മാവേലിക്കുള്ള ഇന്റർവ്യൂ എൻ്റെ ചാനലിൽ മാത്രം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെല്ലൈക്കൻ അടിച്ചില്ലെങ്കിൽ മാവേലി അപ്പുറത്തെ പിടിക്കൂ. എടാ മാവേലി പോലും വന്നിട്ടില്ല, അപ്പോഴേക്കും നീ തമ്മിൽ റെഡിയാക്കി. ഇതൊക്കെ ഇന്നലെ റെഡിയാക്കി. എടി അതിൽ കണ്ടന്റ് ഒന്നുമില്ല, പിന്നെ എന്താ തമ്മിൽ റെഡിയാക്കിയിട്ട് കാര്യം? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. അതിന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ മാവേലിക്ക് ഫോണും GPS ഒക്കെ ഉണ്ടെന്ന്? അതൊക്കെ ഉണ്ടാവും. എന്തെന്നാണെങ്കിൽ ഞാൻ അയക്കട്ടെ. അതിന് ഇവനെ മാവേലിയെ കാണുന്നേക്കാളും വ്യൂവേഴ്സിനോട് താല്പര്യം. അതെ, അമ്മ പറയാറുണ്ട് അവരുടെ കുട്ടിക്കാലത്ത് അവർ വലിയ പൂക്കളിട്ടിട്ട് മാവേലിനെ കാത്തിരിക്കത്രേ. സത്യത്തിൽ മാവേലി വല്ലതും വരുമോ? അതിനെ നല്ല മനസ്സ് വേണം, എന്നാലേ മാവേലി നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം വരുള്ളൂ. പക്ഷെ ഇപ്പോഴോ പൂക്കൾ ഇടുന്നതിന് മുന്നേ റീല്, അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാറ്റസ്, പിന്നെ രാത്രി സ്റ്റോറി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓണുള്ളൂ. ഹായ് മാവേലി. ഒരു സെൽഫി, ഒരു റീല്, 10 സെക്കൻഡ് റിയാക്ഷൻ. വ്യൂവേഴ്സ് പൊളി പൊളിക്കും. നോം വന്നിട്ട് 5 നിമിഷം പോലും ആയില്ല. അതിന് ഉൾപ്പെടാണോ നിന്റെ ഒരു ഹെൽപ്പ്? ഞങ്ങൾ എല്ലാ വർഷവും മാവേലിനെ കാത്തിരിക്കാറുണ്ട്. ഓമിനെ സന്തോഷാട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ മനസ്സ്. ഐ സുന്ദരിക്കുട്ടി, ഈ മൊബൈൽ ഒന്ന് മാറ്റടാ. ആദ്യം മാവേലിയുടെ ഒരു നമസ്കാരം പറ. നമസ്കാരം. ഓ ഒരു കാലത്തിനൊരു മാറ്റായി. എന്താണ് ഓമനയോട് സംസാരിക്കണേ കൂടുതല് ഈ കുന്ത്രാണ്ടം എന്താണ് മൊബൈല് അല്ലേ? അതിനോടാണത്രേ നിങ്ങൾക്കൊക്കെ സംസാരം ഇഷ്ടം ആണോ? മാവേലി പണ്ടത്തോണോ ഇപ്പോഴത്തോണായിട്ട് എന്താ വ്യത്യാസം? നോ പറയുകയാണെങ്കിൽ മക്കളെ, പഴയകാല ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വീടുകൾ ചെറുതായിരുന്നു, മനസ്സുകൾ അങ്ങനെ വലുതായിരുന്നു. പക്ഷെ കാലഘട്ടം അങ്ങോട്ട് മാറി. ഇപ്പൊ ഏത് കാലഘട്ടാ? 2026. വേറെന്തോ പറയൂലോ, അയ്യോ. അപ്പൊ ഇപ്പൊ വന്ന് മനസ്സുകള് ചെറുതായി, വീടുകള് വലുതായി. അപ്പൊ നോമ ഈ പ്രാവശ്യം നിങ്ങളുടെ വീട്ടിലേക്കാണ് അങ്ങോട്ട് വരാൻ പോണത്. സന്തോഷായോ? മൊബൈല് പിടിച്ചടക്കാവൻ പറയാ, ആ മൊബൈൽ അങ്ങോട്ട് കുത്തുക. നമ്മളെ നോം വന്നൊന്ന് 4 പേരെ അങ്ങോട്ട് അറിയട്ടെ. ഇതിനെന്താ പേര്? ഓണം എന്ന് പറഞ്ഞാല് അത് സദ്യ മാത്രല്ല കേട്ടോ, അത് വിശക്കുന്നവൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഓണത്തിന്റെ സമ്മാനം. അപ്പോ കൂടുമ്പോ ഇമ്പമുള്ളതാണ് നമ്മുടെ കുടുംബം. നമുക്ക് പഴയ കാലത്തേക്ക് തിരിച്ചു പോണം, എല്ലാവരെയും ചേർത്ത് പിടിക്കണം. കരയുന്ന ആളുകളെ എങ്ങനെ ചേർത്ത് പിടിക്കണം. അപ്പോ എല്ലാവരും നോം ഭരിച്ചിരുന്നപ്പോ എങ്ങനെയാണ്? ഭൂമിയിൽ എല്ലായിടത്തും എങ്ങനെയാ? സന്തോഷായിരുന്നു. ആ സന്തോഷം ഇപ്പൊ വേണം അല്ലേ? അപ്പൊ ഈ വർഷത്തെ ഓണം നമ്മൾ അങ്ങോട്ട് തകർക്കുവാണോ? അങ്ങോട്ട് തകർക്കുവല്ലേ? എന്തൊക്കെയുണ്ട് വീട്ടില്? സുഖം. പിന്നെ ഓട്ടംതുള്ളല്, നാടോടി നൃത്തമൊക്കെ ഉണ്ടോ? നീ പിന്നെ എന്താ കളിക്കണേ? സദ്യ. അപ്പൊ എല്ലാം കൂടെ അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. നിങ്ങളുണ്ടാവണം കേട്ടോ. ഇത് അവിടെ തന്നെ ഇരുന്നോളൂ. ഇതാ വിഭവസമൃദ്ധമായ ഒരു സദ്യയാണ് ഞങ്ങളിതേ ഒരുക്കിയേക്കണത്. അവിടെ ഇരിക്കണം. നോമുണ്ട്, നമ്മുടെ പിള്ളേരുണ്ട്, പിന്നെ കുറേ മങ്കമാരുണ്ടത്രേ.